രാവിലെ 9 മണിക്ക് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റ് അവതരിപ്പിക്കും. സർക്കാർ ജീവനക്കാരുടെ DA വർധന, ശമ്പള പരിഷ്കരണം, ക്ഷേമ പെൻഷൻ വർധന, ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കുന്നുള്ള പ്രഖ്യാപനങ്ങൾ, അങ്ങനെ ബജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. LDF സർക്കാർ വികസനത്തിനായി മുന്നിൽ നിർത്തിയ കിബിയുടെ തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളിലൂടെ ബജറ്റിൽ കൊണ്ടുവരും എന്ന കാര്യവും ഇന്ന് അവതരണത്തിൽ അറിയാം. ആർ ശ്രീജിത്ത നിയമസഭയിൽ നിന്ന് ചേരും. അതുപോലെ കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ ഷെഫീദ് റാവുത്തറുണ്ട്. അതുപോലെ മധ്യകേരളം കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാൻ വിഷ്ണു സുരേഷ് തത്സമയം ചേരും. അതുപോലെ മലബാറിൻ്റെ വികസന സ്വപ്നങ്ങൾ ബജറ്റിൽ സാക്ഷാത്കരിക്കപ്പെടുമോ എന്നറിയാൻ ദീപക് തർമ്മടൻ ചേരും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഒരു സാധാരണ പ്രതീക്ഷയല്ല, ഒരുപാട് പ്രതീക്ഷകൾ ഈ ബജറ്റിലുണ്ട്. സർക്കാരിൻ്റെ മുന്നിൽ കീറാമുട്ടികൾ കോടികളുടെ നീണ്ടു നിവർന്ന് കിടക്കുകയുമാണ്. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വലിയ പ്രതീക്ഷകളോടെയാണ് വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. രാവിലെ 9 മണിക്ക് ധനവകുപ്പിന് ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റ് അവതരിപ്പിക്കും. SK സൂചിപ്പിച്ചതുപോലെ സാധാരണ ഉള്ള പ്രതീക്ഷയല്ല ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ളത്. വലിയ തോതിലുള്ള പ്രതീക്ഷകൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള പ്രഖ്യാപിച്ചതുകൊണ്ട് ഈ ബജറ്റിൽ അത്തരം കാര്യങ്ങളെപ്പറ്റി എന്ത് സമീപനം സ്വീകരിക്കും എന്നത് വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികളും സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഇനി എന്തൊക്കെ നടപടി സ്വീകരിക്കും എന്നതാണ്. സംസ്ഥാനത്തിന് 36,000 കോടി രൂപയുടെ വാർഷിക പദ്ധതിയാണ് നേരത്തെ സർക്കാർ അംഗീകരിച്ചത്. അതിൽ 20,000 കോടി രൂപ ഇപ്പോഴില്ല എന്നാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തലാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വന്നപ്പോൾ വ്യക്തമാകുന്നത്. അപ്പോൾ വാർഷിക പദ്ധതി പൂർത്തിയാക്കാൻ അധികമായി പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടികൾ, യാത്രാ സൗജന്യ പദ്ധതി അടക്കമുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കൽ, അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇവയ്ക്കെല്ലാം പുതുതായി പണം കണ്ടെത്തിയേ തീരൂ. അപ്പോൾ പുതുക്കിയ ബജറ്റ്, അതായത് നേരത്തെ പോയ KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കുകയും ധനവിനിയോഗ ബില്ല് പാസ്സാക്കിയുമാണ് കടന്നുപോയത്. അതുകൊണ്ട് ഇപ്പോൾ പാസ്സാക്കിയ ബജറ്റിൻ്റെ ഒരു ഓൾട്രേഷൻ ബജറ്റ്, അതായത് ഒരു ഭേദഗതി ബജറ്റാണ് ധനമന്ത്രി കൂടിയായ വി ഡി സതീശൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ബജറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ കാതലായി വരുത്താൻ കഴിയും എന്നതൊരു പരിമിതിയാണ്. എങ്കിൽ പോലും എന്തൊക്കെ വിസ്മയങ്ങളാണ് വി ഡി സതീശൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സദ്ഭരണം, സഹാനുഭൂതി എന്നതായിരിക്കും ഈ ബജറ്റിൻ്റെ പൊതുവായിട്ടുള്ള ഒരു മുദ്രാവാക്യമായി നമുക്ക് എടുത്തു കാട്ടാൻ കഴിയുക. ഇതോടൊപ്പം തന്നെ മിഷൻ സമുദ്ര, ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക കൊടുത്തു തീർക്കൽ, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്ന ആകാംക്ഷ, ഇതെല്ലാം സംസ്ഥാന ബജറ്റിനെ ചുറ്റിപ്പറ്റിയുണ്ട്. എന്തായാലും എന്താണ് ബജറ്റിൽ സതീശൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിസ്മയമെന്ന് ഏതാനും മണിക്കൂറുകൾക്കൊക്കെ നമുക്ക് വ്യക്തമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.